അല്ലും നീലും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അമ്മച്ചൻ്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരുങ്ങിയപ്പോൾ തന്നെ ഒരാൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാനും ചാടാനും തുടങ്ങി. ഇപ്പോൾ ആരെങ്കിലും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൂടെ പോകണം. അപ്പോൾ അമ്മ ഞങ്ങളിവളെ കൊണ്ടുപോകാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണിച്ചില്ല കൊണ്ടുപോകുമെന്നുള്ളത്. കുറേ നേരം അവളെ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞിട്ട് ആ ബാഗ് കാണിച്ചതും പുള്ളിക്കാരി ചാടി അതിൻ്റെ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയിട്ട് ഇത് ഞങ്ങൾ വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളിക്കാരിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. എല്ലാവരെയും ഇങ്ങനെ നോക്കിയൊക്കെ ആൾ വെളിയിലിറങ്ങില്ല കേട്ടോ. ആ ബാഗിൽ നിന്ന് അവൾ പുറത്തങ്ങനെ ഇറങ്ങി അങ്ങനെ വഴക്കുണ്ടാക്കുകയോ പുറത്തിറങ്ങി പോകണമെന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ തല ഫുൾ ടൈം ഇങ്ങനെ വെളിയിലിട്ടേക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ സിബിട്ടാൽ പോലും അതിനകത്ത് ക്ലോത്ത് ബാഗ് ആയതുകൊണ്ട് ശ്വാസമൊക്കെ കിട്ടും. അവൾക്ക് മനസ്സിലാവും എന്തോ അവൾ അകത്തിരിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് തന്നെ അങ്ങ് ഇരുന്നോളും കേട്ടോ. ഒരു വഴക്കുമില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ അതേ വണ്ടിയിൽ കയറുക കേട്ടോ. കയറി ഇരുന്നിട്ട് ഉള്ള സീനാണിതൊക്കെ. ആൾക്ക് വഴക്കൊന്നുമില്ല. ഇടയ്ക്ക് വെള്ളം കൊടുക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അമ്മമ്മയെ കാണുക ആഘോഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് 3 പേരും കൂടെ പോയേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, വീട്ടിൽ ചെന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. 2 പേരും യാത്രയുടെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ടില്ലേ കുഞ്ഞിപ്പെണ്ണ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്ക്. ഇസഡ് പോലെ എങ്ങനെയാണോ അവൾ കിടക്കുന്നത്. 2 പേരും ഒരേ വൈബിൽ കിടന്നുറങ്ങുന്നുണ്ട്.